ഭവേത് സുദാന്താത്വത വാരുണേഭി സ്ത്രീ സമ്മത പൂജ്യതമാ സ്വവർഗി ദേവാർച്ചന ശ്രേഷ്ഠജനാനുരക്ത സദാഹിത സർവകുതൂഹലാനാം എന്നുള്ളതായിരിക്കുന്ന പ്രമാണപ്രകാരം ചതയം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കാൻ കഴിയുന്ന വ്യക്തിയായിരിക്കും. എല്ലാ ആളുകളുടെയും സ്നേഹ ആദരങ്ങൾ ഏറ്റുവാങ്ങാൻ കഴിയും. ബഹുമാനിക്കേണ്ടതായിരിക്കുന്ന വ്യക്തികളെ ബഹുമാനിക്കും, ദേവന്മാരെ ആരാധിക്കും, എല്ലായ്പ്പോഴും സന്തുഷ്ട ചിത്തയും ആയിരിക്കും. പൊതുവെ ഐശ്വര്യവതികളാണ് ഇവരെ എന്ന് പറയാൻ നമുക്ക് സാധിക്കും. കാഴ്ചയിൽ ശാന്ത സ്വഭാവികളാണെങ്കിൽ പോലും നക്ഷത്രത്തിന് പറയപ്പെട്ട മുൻകോപവും ഇവർക്ക് ഉണ്ടായിരിക്കും. ദൈവീകമായിരിക്കുന്ന ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും നല്ല താല്പര്യവും ഇവർക്ക് ഉണ്ടാകും. ദാമ്പത്യ ജീവിതത്തിൽ ഇവർക്ക് പലതരം പ്രയാസങ്ങൾ നേരിടേണ്ടതായിരിക്കുന്ന ഒരു സാഹചര്യവും വന്നു ചേരാം. വിവേകവും നല്ല പെരുമാറ്റവും ഇവരിൽ കാണുവാൻ കഴിയുമെങ്കിൽ കൂടിയും ക്ഷിപ്രകോപം കൊണ്ട് കുടുംബകലഹം കൂടെ ഉണ്ടാകാൻ ഇടവരുത്തുന്ന ഒരു സ്വഭാവ സവിശേഷതയും ഇവരിൽ ഉണ്ടായിരിക്കും. ആരോഗ്യപരമായിരിക്കും ഇവർക്ക് പലതരത്തിലുള്ളതായിരിക്കുന്ന ക്ലേശങ്ങൾ അനുഭവമാകാം. മൂത്രാശയ സംബന്ധമായിരിക്കുന്ന അസുഖങ്ങളോ ഗർഭാശയ സംബന്ധമായിരിക്കുന്ന രോഗങ്ങളോ പെട്ടെന്ന് തന്നെ ഇവരെ ബാധിച്ചേക്കാനും ഇടയുണ്ട്. ഭർത്താവിനെ നല്ല പോലെ സ്നേഹിക്കുന്ന വ്യക്തികളാണ് ഇവർ. പക്ഷേ ഒരു നീണ്ട വിരഹമോ ഒരുപക്ഷെ ഭർത്തൃ വേർപാടോ തന്നെ അനുഭവിക്കാനും ഇവർക്ക് യോഗമുണ്ട്. ജാതകത്തിൽ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ചതയം നക്ഷത്രക്കാരികളുടെ വിവാഹ ജീവിതം ദുരിതപൂർണ്ണമായേക്കാം. അതുകൊണ്ട് തന്നെ വിവാഹത്തിന് മുൻപിലായിട്ട് ഒരു ഉത്തമനായിട്ടുള്ള ഒരു ദൈവജ്ഞനെ കൊണ്ട് ജാതകം പരിശോധിപ്പിച്ച് ദോഷങ്ങൾ ഉണ്ട് എങ്കിൽ കഴിയും തരത്തിൽ അതിന് വേണ്ടതായിരിക്കുന്ന പരിഹാര കർമ്മങ്ങൾ നടത്തുന്നത് നന്നായിരിക്കും.